അങ്ങനെ നമ്മൾ കഴക്കൂട്ടത്തുനിന്ന് വരുമ്പോൾ ആക്കുളം പാലം കഴിഞ്ഞിട്ട് വലതുവശത്ത് കാണുന്ന ഈ സംഭവമാണ് ലുലു മാൾ. അടുത്ത മാസം അതായത് ഡിസംബർ 16-ന് ഓപ്പൺ ചെയ്യാൻ പോകുന്ന തിരുവനന്തപുരത്തെ ലുലു മാൾ ഇതൊരു ഒന്നൊന്നര സംഭവം തന്നെയാണ് കേട്ടോ. ഓപ്പണായ പിന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാള് എന്നൊരു അഹങ്കാരവും കൂടി ഞങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് ഉണ്ടാവും. ആരും അസൂയപ്പെടരുത് കേട്ടോ. അപ്പോൾ ലുലു മാൾ ഓപ്പണായിട്ട് ഒരു ദിവസം അതിനുള്ളിലെ കാഴ്ചകളൊക്കെ കാണാൻ പോകാം. അപ്പോൾ തൽക്കാലം ലുലു മാളിന് ടാറ്റ. അങ്ങനെ നേരെ അടുത്ത സ്പോട്ടിലേക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ലുലു മാളിന് അടുത്തായിട്ടുള്ള വേളി ടൂറിസ്റ്റ് വില്ലേജിലാണ്. സംഭവം ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലെ എന്തോ ആണ്. ഞാൻ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ ഉള്ളിലേക്ക് കയറി കാണാം. ഉള്ളിലൊരു ചെറിയ റെയിൽവേ, അതായത് ഒരു ചെറിയ ട്രെയിൻ പോലത്തെ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് 20 രൂപയാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു ഉള്ളിലേക്ക് പോവാണ്. ഇത് കണ്ടോ, കുളത്തിന് നടുക്ക് ഒരു വലിയൊരു ശംഖ്. അപ്പോൾ ഇവിടേക്ക് നമുക്ക് പോകാൻ പറ്റും. അതിനായിട്ട് ഇവിടെ പെഡൽ ബോട്ടുണ്ട്. അപ്പോൾ പെഡൽ ബോട്ട് എടുത്തിട്ട് അവിടെ പോയി ഒന്ന് ഫോട്ടോ എടുക്കാനും ഇതൊക്കെ കഴിയും. ഇത് കണ്ടോ മച്ചാന്മാരെ, പാർക്കിനുള്ളിലൊരു കുഞ്ഞ് റെയിൽവേ, 3 ബോഗികളുള്ള ഒരു കുഞ്ഞ് ട്രെയിൻ. അതിനുള്ളിൽ നല്ല തിരക്കാണ് കേട്ടോ. ഇതിന് 50 രൂപ എന്താണ് ടിക്കറ്റ്. അപ്പോൾ ഇതിങ്ങനെ ഈ പാർക്ക് മൊത്തം ചുറ്റിക്കറങ്ങി വരും. സംഭവം ഒരു ഒറിജിനൽ ട്രെയിനിൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ. അതായത് പാളവും സിഗ്നലും. പിന്നെ ഇത് പ്രവർത്തിക്കുന്നത് സോളാറിലാണ്. കുട്ടികളെയൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ നടന്ന് ഇങ്ങെത്തി. ഒരു അടിപൊളി കായൽ തീരമാണ്. ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. ഫാമിലി ബോട്ട്, അതായത് വലിയ ബോട്ടും പിന്നെ സ്പീഡ് ബോട്ടും ഒക്കെ ഉണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള ബോട്ട് എടുക്കാം. ഇവിടെ ഇപ്പോൾ നല്ല വെയിലുണ്ട് മച്ചാന്മാരെ. അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട്. കായൽ തീരത്ത് ഇവിടെ ഇങ്ങനെ കാറ്റും കൊണ്ട് നടക്കാൻ നല്ല രസമുണ്ട്. പിന്നെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ വരാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. തിരുവനന്തപുരത്തുള്ളവർ ഒരിക്കലെങ്കിലും ഇവിടെ വരണം കേട്ടോ. അത്രയും വൈബാണ്. കടലും കായലും. പിന്നെ ഇത് കണ്ടോ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന റെസ്റ്റോറൻറ്റ്, അതായത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. സംഭവം കൊള്ളാമല്ലേ. അതുപോലെ തന്നെ ഒരു ഫ്ലോട്ടിംഗ് നടപ്പാലവും ഉണ്ട്. അപ്പോൾ മച്ചാന്മാരെ ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പിന്നെ ഇപ്പോൾ ഏറ്റവും പുറകിലായിട്ട് ഒരു അടിപൊളി കടൽ തീരമുണ്ട്, ബീച്ച്. ഇവിടെ കുതിരസവാരി എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക്. അങ്ങനെ നമ്മുടെ അടുത്ത മെയിൻ സ്പോട്ടാണ് തിരുവനന്തപുരം എയർപോർട്ട്. ഇവിടെ തിരുവനന്തപുരത്തെ ഒരു മെയിൻ സംഭവമാണല്ലോ എയർപോർട്ട്. അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് ഇതുകൂടി കാണാതെ പോയാൽ പിന്നെന്ത് കാഴ്ച. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഇൻ്റർനാഷണൽ ടെർമിനലിലേക്കാണ്. ഇന്ത്യക്കുള്ളിലേക്ക് മാത്രം സർവീസ് നടത്തുന്ന ഡൊമസ്റ്റിക് ഫ്ലൈറ്റിനൊക്കെ വേറൊരു ഗേറ്റ് ഉണ്ട്, അത് പുറകിലാണ്. ഇപ്പോൾ മച്ചാന്മാരെ ഇതാണ് ഇൻ്റർനാഷണൽ ടെർമിനൽ. ഇവിടെ പകൽ നല്ല തിരക്ക് കുറവാണ്. കാരണം ഇൻ്റർനാഷണൽ ഫ്ലൈറ്റൊക്കെ വെളുപ്പിനാണ്. വെളുപ്പിന് ഒരു 4-5 മണിക്കുള്ള സമയത്താണ് ഇവിടുത്തെ തിരക്കൊക്കെ. നമ്മളിൽ പലരും ഇവിടെ വെളുപ്പിന് 4 മണിക്ക് ആരെങ്കിലുമൊക്കെ യാത്ര കഴിക്കാനോ അല്ലെങ്കിൽ പോകാനായിട്ടൊക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ടോ. അപ്പോൾ അറിയാം ഇവിടുത്തെ തിരക്ക് എങ്ങനെയാണെന്ന്. അപ്പോൾ എയർപോർട്ടിൻ്റെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇത്രയാണ് കണ്ടു. അപ്പോൾ ഇനി പുറത്തേക്ക് നിങ്ങൾക്ക് ഞാൻ വേറൊരു അടിപൊളി സ്ഥലം കാണിച്ചു തരാം. നമുക്ക് എയർപോർട്ട് മാത്രം കണ്ടാൽ മതിയോ, ഫ്ലൈറ്റും കൂടി കാണണം. അപ്പോൾ ഇനി നേരെ മച്ചാന്മാരെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൻ്റെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈഞ്ചക്കലാണ്. ഈഞ്ചക്കൽ ബ്രിഡ്ജിന് അടുത്തായിട്ടാണ്. ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തലയ്ക്ക് മുകളിൽ കൂടി ഫ്ലൈറ്റ് ഇറങ്ങുന്നത് കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഏതാണ്ട് ഒരു 50-100 മീറ്റർ ഉയരത്തിൽ കൂടി മാത്രമാണ് തലയ്ക്ക് മുകളിലൂടെ ഈ സംഭവം ഇങ്ങനെ പോകുന്നത്. പിന്നെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ചെറിയ ഫ്ലൈറ്റുകൾ വരുന്ന കാണാം. ഇതിവിടെ പൈലറ്റിന് ട്രെയിനിങ് കൊടുക്കുന്ന ഫ്ലൈറ്റുകളാണ്. അപ്പോൾ ഒരു അടിപൊളി സംഭവം വരുന്നത്.